ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? ഓഫ് റോഡ് ജീപ്പുകളിൽ നല്ല ഒരു എക്സ്ട്രീം ഓഫ് റോഡൊന്നും ഞാൻ പറയില്ല, എന്നാൽ പോലും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ഓഫ് റോഡ് കാടിൻ്റെ അകത്തൂടെ പോയാലോ? അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. വേറെ എവിടെയില്ല, പാലക്കാടിലെ നെല്ലിയാമ്പതിയിലാണ്. നെല്ലിയാമ്പതിയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അവിടുത്തെ ജീപ്പ് സഫാരി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ജീപ്പ് സഫാരി എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീം ഓഫ് റോഡാണെന്ന് പറയില്ല, പക്ഷെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഒരു പക്ഷേ നിങ്ങൾ ഓഫ് റോഡ് ജീപ്പുകളിൽ അധികം യാത്ര ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഓഫ് റോഡുകളിൽ പോയിട്ടില്ല, വീഡിയോകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നെല്ലിയാമ്പതിയിലെ ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് പറയുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ അതിലൂടെ പോയാൽ കിട്ടുന്നത്. മൊത്തം കുലുങ്ങും എന്ന് പറഞ്ഞാൽ മൊത്തം കുലുങ്ങും, ആടി ഒലഞ്ഞിട്ടുള്ളൊരു യാത്രയാണ് സത്യം പറഞ്ഞാൽ. അത് നിങ്ങൾ ഫാമിലി ആയിട്ട് ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മയത്തിലേക്ക് ആരും പോകുന്നത് അല്ല. നിങ്ങൾ ബോയ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഡ്രൈവറിൻ്റെ സ്കില്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ. അത് നല്ല കിഡ്ഡിയുടെ പാട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൈഡാണ് സത്യം പറഞ്ഞാൽ ഈ നെല്ലിയാമ്പതിയിലെ ജീപ്പ് സഫാരി എന്ന് പറയുന്നത്. ഏകദേശം ഇതിന് പെർ ജീപ്പിന് ഏകദേശം 1500 രൂപയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജീപ്പുകാരോട് സംസാരിച്ചാൽ അത് ചെയ്യാവുന്നതാണ്. അവരെ കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് കൂടെ പോരും. അതിനുശേഷം നമ്മൾ ഒരു പാറയുടെ മുകളിലൂടെ കയറിയിട്ട് അവിടെ പെർമിറ്റ് എടുക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ജീപ്പ് സഫാരിക്കുള്ള പെർമിറ്റ് എടുക്കേണ്ടത്. അവിടെ നിന്ന് 1500 രൂപ നമുക്ക് വണ്ടിക്കും കൊടുക്കണം, പിന്നെ ഒരാൾക്ക് 60 രൂപ വെച്ചും കൊടുക്കണം, പിന്നെ 100 രൂപ എന്തോ എക്സ്ട്രാ ഇൻഷുറൻസോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ചാർജും ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8 പേർക്കെങ്കിലും ആ ജീപ്പിൽ കയറാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഡ്രൈവർമാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിതൊക്കെ കണ്ടില്ലേ, എന്താ വരവ്! ഇതുപോലെ ഈ ജീപ്പ് ഡ്രൈവർമാരുടെ സ്കില്ലും അവരുടെ കാര്യങ്ങളും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു റൈഡ് പോയാൽ. നമ്മളെല്ലാവരും ഇത് ഒരു പക്ഷേ വീഡിയോകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിനുള്ളിൽ കയറി നിന്നിട്ട് ഇന്നേ വരെ ഞാൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ മൊത്തം ഒന്ന് ആടുന്ന പോലെ എനിക്ക് തോന്നി, മൊത്തം കുലുങ്ങിയ പോലെ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പോയ വണ്ടി താറാണ്. അവിടെ മിക്കവും ഫുൾ മഹീന്ദ്ര തന്നെയാണ് ഫുള്ളുള്ളത്. മേജറുണ്ട്, പിന്നെ നമ്മുടെ താറുണ്ട്, അങ്ങനെ വണ്ടികളാണ് മുഴുവൻ ഏകദേശം അവിടെ ഉള്ളത് മുഴുവൻ. അപ്പോൾ ഇവരുടെ ഡ്രൈവിംഗ് സ്കില്ലും കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ വണ്ടികളുണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള വണ്ടികളാണ് അവിടെ ഉള്ളത്. അത് എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് കളേഴ്സും ഉണ്ട്, നല്ല കാണാൻ ഭംഗിയുള്ള. അതായത് പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, അങ്ങനെ എല്ലാ കളറിലും ഉണ്ട് സത്യം പറഞ്ഞു. 2 വ്യൂ പോയിൻറ്റുകളിലാണ് വണ്ടി നിർത്തുന്നത്. വ്യൂ പോയിൻറ്റുകളുടെ വീഡിയോ ഞാൻ അധികം കാണിക്കുന്നില്ല, വേണമെങ്കിൽ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 പറപ്പുറത്ത് വേണമെങ്കിൽ നിർത്തി തരും. പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് വ്യൂ പോയിൻറ്റിന് അപ്പുറം ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വല്ല സൈറ്റിങ്ങും കാണാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ മിസ്റ്റി വാലിയേക്കുള്ള ഫോറസ്റ്റിൽ പോകുമ്പോഴാണ് നാം സത്യം പറഞ്ഞാൽ കൂടുതൽ ജീവികളെ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം പോലെ അനിമൽ സൈറ്റിങ്ങിന് അപ്പുറം ഇതുപോലെയൊക്കെ വരുന്നൊരു വരവാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സ്പോട്ടാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. നിങ്ങളൊരു 8 പേരൊക്കെ മാക്സിമം ഒരു ജീപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു മാക്സിമം 300 രൂപ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർത്തായിട്ടുള്ളൊരു പരിപാടിയാണിത്. അടിപൊളിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നെല്ലിയാമ്പതിയിലേക്ക് പോകുമ്പോൾ ഒന്ന് ജീപ്പ് സഫാരി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.